വെൽക്കം ടു ഏണിങ്സ് കേരള. 2-3 ദിവസമായിട്ട് വീഡിയോസുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിച്ചില്ല. കാരണം ചില തിരക്കുകളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും വരുമാനം എന്ന ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് ലിസ ആപ്ലിക്കേഷൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പുതുതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ലിസ ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്തുകൊണ്ട് ലിസ ബാഗ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ ലിസ ബാഗ് ബുക്ക് ചെയ്യുന്നവരെ നമ്പർ ജനറേറ്റ് ചെയ്യുന്നവർക്ക് പ്രോഡക്റ്റിൻ്റെ ലാഭവിഹിതവും ലിസ ആപ്ലിക്കേഷനിൽ നടത്തുന്ന ബിസിനസ്സിൻ്റെ ലാഭവിഹിതവും ഉറപ്പായിട്ടും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ വാലറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. പിന്നെ ആപ്ലിക്കേഷനിലെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ, ഇടപെടലുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിനകത്തുനിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുകയോ ഈ സംവിധാനം മറ്റൊരാളെ പരിചയപ്പെടുത്തി അവർ ബാഗ് വാങ്ങി പ്രോഡക്റ്റുകൾ വാങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഏണിങ്സ് കയറി വരുന്നതാണ്. ഇനിയും നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ബാഗ് കൊടുക്കാനുണ്ട്, ബുക്ക് ചെയ്തവർക്ക് കൊടുക്കാനുണ്ട്. നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ ബാഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളുമുണ്ട്. ആ സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ബാഗുകൾ ഉറപ്പായിട്ടും അയച്ചു തരും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ ബ്രാൻഡ് ചെയ്യാം, ഈ ബ്രാൻഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്. എല്ലാ ആൾക്കാരും ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഒരു ആഗ്രഹം തന്നെയാണ്. ചിലർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, ചിലർക്ക് അത് ബ്രാൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. ഈ ബ്രാൻഡിങ്ങിലൂടെയാണ് പ്രോഡക്റ്റ് മറ്റുള്ളവരുടെ മനസ്സിൽ, കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ എല്ലാം ഇടം നേടുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഒരു കാര്യമുണ്ട്, ബ്രാൻഡിങ് അല്ല പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ നിശ്ചയിക്കുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് എത്രമാത്രം ശുദ്ധമായിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ബ്രാൻഡിങ്. അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ക്വാളിറ്റിയോടെ നമ്മുടെ സഹോദരനോ സഹോദരിക്കോ റിലേറ്റീവ്സിനോ കൊടുക്കുന്നത് പോലെ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ അത് തന്നെയാണ് ബ്രാൻഡിങ്. നല്ല സാധനങ്ങൾക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ടാവും. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു കടയിൽ നിന്ന് നമ്മൾ മീൻകറി കൂട്ടി ചോറുണ്ണുകയാണെങ്കിൽ പിന്നീട് ആ യാത്ര പോകുമ്പോൾ 5 കിലോമീറ്ററോ 10 കിലോമീറ്ററിന് ഇപ്പുറത്തും നമുക്ക് വിശന്നാൽ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ കഴിക്കാനായിട്ട് 10 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു പോകും. നമ്മുടെ ആ സാധ്യതയോടുള്ള നമ്മുടെ ആ ആഗ്രഹമാണ് അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രോഡക്റ്റുകളും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് റെഗുലറായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ, അതിൻ്റെ ലോഗോ, അതിൻ്റെ കളറ്, ബോട്ടിൽ പ്രോഡക്റ്റ് ആണെങ്കിൽ ബോട്ടിലിൻ്റെ ഡിസൈന്, പാക്കിങ്ങിൻ്റെ ഡിസൈനിന് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പേര് കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് പറയാൻ സാധിക്കുന്നതും എന്നാൽ നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പേരായിരിക്കും ഏറ്റവും നല്ലത്. ബ്രാൻഡിങ്ങിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സത്യത്തിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അതോ നമ്മൾ ഓർക്കാൻ താല്പര്യപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ജനിച്ച് വീഴുന്ന അന്നു മുതൽ മരണം വരെ നമ്മൾ ബ്രാൻഡിങ്ങിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ അതാണ് സത്യം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് വാങ്ങുന്ന കെട്ടുടുപ്പ് മുതൽ സോപ്പ് മുതൽ വെളിച്ചെണ്ണ മുതൽ ഇതെല്ലാം ബ്രാൻഡിങ്ങിനെ ബേസ് ചെയ്താണ് നമ്മുടെ മാതാപിതാക്കന്മാർ അത് വാങ്ങുന്നത്. ഇപ്പം നല്ലൊരു ബ്രാൻഡ് അവരുടെ മനസ്സിൽ കണ്ടാൽ അത് നല്ല ഗുണമുള്ളതാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എങ്ങനെ വിചാരിച്ച് ഈ സാധനം തന്നെ അവർ വാങ്ങും. അപ്പോൾ 30 രൂപയുടെ സാധനം 66 രൂപയ്ക്കും 90 രൂപയ്ക്കും വാങ്ങേണ്ട സാഹചര്യം വരും. എന്നാൽ അത് ഗുണമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലാതാനും. കാരണം നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകളല്ല അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ മേഖലയിലും നമ്മൾ ബ്രാൻഡിങ്ങിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അത് മുളക് പൊടിയാണേലും ഫുഡ് ഐറ്റംസ് ആണേലും എല്ലാ സാധനത്തിലും ബ്രാൻഡിങ് ഉണ്ട്. മൊബൈലാണേലും ഇതെല്ലാം ബ്രാൻഡിങ്ങിനാണ്. ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അതിനുവേണ്ടി തന്നെ വാക്കുകൾ കണ്ടുപിടിക്കുന്നതിനും ഡിസൈൻ കണ്ടുപിടിക്കുന്നതിനും ഒക്കെ ബ്രാൻഡിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെ സമീപിച്ചുകൊണ്ട് അതിന് വേണ്ട ക്യാപ്ഷനും എല്ലാം കണ്ടെത്തി ജനങ്ങളുടെ മനസ്സിൽ, കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ആ പ്രോഡക്റ്റിനെ അവതരിപ്പിക്കുക, അവൻ എങ്ങനെയാണ് അതിനോട് താല്പര്യം തോന്നുന്നത്, എങ്ങനെയാണ് അവൻ അതിനെ പിന്തുടരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ജനങ്ങളുടെ മനസ്സിനെ എല്ലാം പഠിച്ചതിന് ശേഷമാണ്
അവർ ആ പ്രോഡക്റ്റിന് പേരിടുന്നതും ഡിസൈൻ ചെയ്യുന്നതുമല്ല. എന്നാൽ ഇതൊന്നുമല്ല ബ്രാൻഡിങ്. എൻ്റെ അഭിപ്രായത്തിൽ സത്യത്തിൽ ഇതല്ല ബ്രാൻഡിങ്. നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ശുദ്ധമായിട്ട് കൊടുക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ബ്രാൻഡിങ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളുണ്ട്, പാർസൽ സർവീസുകളുണ്ട്, ലിബ്രോമി പോലുള്ള സപ്പോർട്ടീവായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ഒരുപാട് സാധ്യതകൾ, ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, AI ടെക്നോളജി ഒക്കെ ഉണ്ട്. ആ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിനാഷണൽ നടത്തുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്ന് നമ്മുടെ ഐഡിയാസുകൾ പ്രയോഗിക്കുക. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ആ പ്രോഡക്റ്റിൻ്റെ A to Z കാര്യങ്ങൾ അതിനകത്ത് അവതരിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ അവതരിപ്പിക്കുക. വീഡിയോ അവതരിപ്പിച്ചതിന് ശേഷം അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി അവതരിപ്പിക്കുക. പെയ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയുള്ള പെയ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ജനങ്ങളിലേക്ക് പെട്ടെന്ന് ആ കാര്യം എത്തിക്കാൻ സാധിക്കും. പ്രോഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ആരൊക്കെയാണ് ഇത് കാണേണ്ടത് എന്ന് നമുക്ക് തീരുമാനിച്ചുകൊണ്ട് അവരിലേക്ക് മാത്രം ഇത് എത്തിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള തനതായിട്ടുള്ള പഴമയിലുള്ള പ്രോഡക്റ്റുകളെ രുചികളൊക്കെയാണ്. ആ പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യേണ്ടത് വിദേശ രാജ്യങ്ങളിലാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്നത് തന്നെ അത് നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ അഡ്വർടൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. അതവിടെ എത്തിച്ചാലല്ലേ അതവിടെ എത്തിച്ചാലല്ലേ നമുക്ക് മാർക്കറ്റ് കിട്ടുകയുള്ളൂ. അതിനാണൊരു പരിഹാരം ലിസ ആപ്ലിക്കേഷൻ തുറന്നു വയ്ക്കുന്നത്. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും ആ പ്രോഡക്റ്റിനെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സംവിധാനം ലിസ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റേതായ കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും നിയമപരമായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളും നിയമപരമായിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കേഷനും ഒക്കെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചെയ്യാൻ സാധിക്കത്തില്ലാത്തതാണെന്നോ കരുതി നിങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കും, ചക്ക ഉണക്കിയത് കയറ്റി അയക്കാൻ പറ്റും. ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു 17 കിലോമീറ്റർ അപ്പുറത്ത് ഒരാഴ്ചയിൽ 5000 കുമ്പളപ്പം വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിനൊക്കെ വലിയ സാധ്യതയുണ്ട്. കുമ്പളപ്പം എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ കേടായി പോകുന്ന സാധനമാണ്. അതിന് പോലും വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റുകൾക്കും വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ഉണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ നിസ്സാരമായിട്ട് ഞാൻ പറയാം, വിദേശ രാജ്യങ്ങളിൽ മലയാളികളുടെ കൂട്ടായ്മയാണ് ഒരുപാടുള്ളത്. അവിടെയൊക്കെ അവർ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ കേരളത്തിലെ പ്രോഡക്റ്റുകൾ തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് അവിടെ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കണ്ടെയ്നർ കയറ്റി വിടുന്ന ആൾക്കാരുണ്ട്. ആ കണ്ടെയ്നർ ഫില്ലാകുന്നതനുസരിച്ച് ഇവർക്ക് ആ കണ്ടെയ്നർ അവിടെ എത്തിക്കും. ആ കണ്ടെയ്നർ എത്തിക്കുമ്പം ആരൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പ്രോഡക്റ്റുകൾ അതാത് മേഖലയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഈസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും രുചികരമായും ശുദ്ധമായും നിർമ്മിക്കുന്ന നമ്മുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന സാഹചര്യവും സാധ്യതയും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈസി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫോൺ സ്പീക്കർ ഉണ്ടാക്കുന്നുണ്ട്. ലിസയുടെ അണ്ടറിൽ നമ്മൾ ഫോൺ സ്പീക്കർ ഉണ്ടാക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് തുടങ്ങിക്കഴിഞ്ഞു. ആ അച്ചാറിനെ കുറിച്ച് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അത് ഈസി ആയിട്ട് പറ്റുന്ന കാര്യമാണ്. ഒന്ന്, പ്രോൺ സ്പിക്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ സോഫ്റ്റായിട്ട് രീതിയിൽ അത് വറുത്തെടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വറക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ഡീപ്പായിട്ട് വറുത്തെടുത്താൽ മാത്രമേ വിദേശ രാജ്യങ്ങളിലേക്ക് അത് പോകുമ്പോൾ കേടാകാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മളിത് സപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 40-45 ദിവസം കൊണ്ടാണ് ഒരു ഷിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുന്ന സാഹചര്യം വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടാക്കേണ്ടതായിട്ട് വരും. എന്നാൽ അതിൻ്റെ ടേസ്റ്റിന് ഒരു കാരണവശാലും മാറ്റം വരാത്ത രീതിയിൽ നമ്മളത് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങളെ അവതരിക്കുന്ന. ബ്രാൻഡിങ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ബ്രാൻഡിങ്ങിനെ നമ്മൾ കാണരുത്. ശുദ്ധമായ കാര്യങ്ങൾ, നമ്മൾ ശുദ്ധമായ പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിസ ആപ്ലിക്കേഷൻ ശുദ്ധമായ പ്രോഡക്റ്റുകളാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5% കിട്ടും. നിങ്ങളൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ അവർ വാങ്ങുന്നതിൻ്റെ 5% കിട്ടും. ബാഗ് പരിചയപ്പെടുത്തുന്നത് വഴി അതിൻ്റെ ലാഭവിഹിതം കിട്ടും. ലിസ ആപ്ലിക്കേഷനിൽ ഇടപെടലുകൾ നടത്തുന്നതനുസരിച്ച് ലിസ ആപ്ലിക്കേഷൻ നടത്തുന്ന ബിസിനസ്സിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രോഡക്റ്റുകളും ബ്രാൻഡിങ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് ലിസയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അതിനുവേണ്ട പേപ്പേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഉടൻ തന്നെ നമ്മളൊരു വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് അത് പ്രോഡക്റ്റ് നിർമ്മിക്കാനായിട്ടുള്ളൊരു മാനുഫാക്ചറിങ് കമ്പനി, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. പഞ്ചായത്ത് ലൈസൻസ്, അങ്ങനെയുള്ള കുറച്ച് ലൈസൻസുകൾ കണ്ടെത്തണം. പിന്നെ എന്ത് പ്രോഡക്റ്റാണ് ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിയുടെ ലൈസൻസ് നിങ്ങൾ കരസ്ഥമാക്കണം. പിന്നെ നമ്മൾ ഈ സാധനം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഇത് സാമ്പിളാണ് കൊടുത്തുവിടുന്നത്. സാമ്പിൾ കൊടുത്തുവിടുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സാമ്പിൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇത് കൊടുത്തുവിടേണ്ടി വരും. പിന്നെ ഫുഡ് പ്രോഡക്റ്റുകളാകുമ്പം ആ സാമ്പിൾ പോകുന്നതിൻ്റെ എക്സ്പെൻസ് നമ്മൾ വഹിക്കേണ്ടി വരും. ആ എക്സ്പെൻസ് വഹിച്ച് അവർ പല സൂപ്പർ മാർക്കറ്റുകളും അത് ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമുക്ക് ഓർഡേഴ്സ് വരും. അതാണ് ഇതിൻ്റെ ഒരു രീതി. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഈ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അഴീക്കൽ നിന്നുണ്ടാക്കുന്ന നമ്മുടെ അച്ചാർ, ലിസ ആപ്ലിക്കേഷൻ്റെ അണ്ടറിൽ നടത്തുന്ന അച്ചാർ ഉടൻ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറാവും. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ അച്ചാറിൻ്റെ ബിസിനസ്സിൽ ഭാഗവാക്കാകാനുള്ള അവസരം നമ്മൾ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. വലിയ രീതിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലിസ ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാഗ് വാങ്ങുക. ബാഗ് വാങ്ങിയതിന് ശേഷം ഇടപെടലുകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ അച്ചാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആ ലോട്ടുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം, എക്സ്ട്രാ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലാണ് സംവിധാനം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംവിധാനം, പുതിയൊരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും നമ്മളൊരു ലൈവ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങൾ ചോദിക്കാൻ സാധിക്കും. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനു വേണ്ട മറുപടികൾ തരാൻ സാധിക്കും. അത് കുറച്ചുകൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ വരുമാനമാർഗം ആഗ്രഹിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ബ്രാൻഡ് ചെയ്തത്, എങ്ങനെയാണ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, എന്തോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ഭയങ്കര സംശയമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവർ കേരളത്തിൽ വരുമ്പോൾ അവർക്കൊരു കൈത്താങ്ങായിട്ടൊരു യൂണിറ്റിനെ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു യൂണിറ്റിനെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വളർത്തിയതിന് ശേഷം അവർക്ക് ധൈര്യമായിട്ട് തിരിച്ചു വന്ന് ആ യൂണിറ്റിന് കണ്ടിന്യൂ ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം സഹായകരമാകുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് വഴി ഒരുപാട് ആൾക്കാർക്ക് സഹായകരമായ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനും നീങ്ങാനും സാധിക്കും. ലിസ കമ്മ്യൂണിറ്റി വഴി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും ആ പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ വിറ്റഴിക്കുകയും ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കും. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ നിങ്ങളും കൂടി വാങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും വരുമാനം കണ്ടെത്താൻ സാധിക്കും. അതാണ് ലിസ ആപ്ലിക്കേഷൻ്റെ ലക്ഷ്യം. സേവ് അർത്ത് സേവ് ലൈഫ് എന്നാണ് ലിസ ആപ്ലിക്കേഷൻ. ഭൂമിയെ രക്ഷിക്കുക, സ്വയം രക്ഷണത്തോടും. ഒരു തുണിസഞ്ചി വാങ്ങുന്നത് വഴി പ്ലാസ്റ്റിക്കിനെതിരെ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഭൂമിയെ ആ രീതിയിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ശുദ്ധമായ പ്രോഡക്റ്റുകൾ ലിസ ആപ്ലിക്കേഷനിലൂടെ വാങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം രക്ഷ നേടാനും സാധിക്കും. നമ്മളെ മുമ്പേ പറഞ്ഞില്ലേ, നമ്മളെല്ലാം ബ്രാൻഡിങ്ങിൻ്റെ പിന്നാലെ പോയി എന്താണ് കഴിക്കുന്നത്, ഏത് രീതിയിൽ ഉണ്ടാക്കുന്ന സാധനമാണ് കഴിക്കുന്നത് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ബ്രാൻഡിങ്ങിൽ അടിപ്പെട്ടു പോയി. സത്യത്തിൽ നമ്മളെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി, നമ്മളുണ്ടാക്കുന്ന വീടുകളിലുണ്ടാക്കുന്ന ശുദ്ധമായ ഇൻഗ്രീഡിയൻസ് ചേർത്തുണ്ടാക്കുന്ന, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് പ്രീമിയം ക്വാളിറ്റി. ആ പ്രീമിയം ക്വാളിറ്റിയാണ് നാളത്തെ വീഡിയോയിൽ നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്. അത് വേറൊന്നുമല്ല, അച്ചാർ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.